ഹായ്, വെൽക്കം ടു വാപ്പ് യൂട്യൂബ് ചാനൽ. മാത്സ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. പൊതുവെ മാത്സ് എല്ലാവർക്കും ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ടഫ്നെസ് വരാൻ കാരണം? ഒരുപാട് കാൽക്കുലേഷൻസ് കാണും. കൂട്ടുക, കുറയ്ക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉള്ളതുകൊണ്ടാണ് മാത്സ് പൊതുവെ നമുക്ക് എന്താ കുറച്ച് ടഫായിട്ട് തോന്നാം. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം ഒരുപാട് ടിപ്സും ട്രിക്സുകളും നമ്മുടെ മാത്സിലുണ്ട്. അതൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. സോ എൻ്റെ ടോപ്പിക്ക് വേദിക് മാത്സ്. വേദിക് മാത്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ വേദങ്ങളിൽ മാത്സ് ചെയ്യാൻ ഒരുപാട് ടിപ്സും ട്രിക്സുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. ഞാനിവിടെ 999 ഇൻറ്റു 997 ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടി വരും. നോക്കിയാൽ ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നതാണ്. 9 into 7 ചെയ്യുക, വീണ്ടും 9 into 7 ചെയ്യുക, ഇതിങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് പോവുക, പിന്നെ അത് ആഡ് ചെയ്യുക, ഇങ്ങനെ ഒരു വലിയ സംഭവം വരുന്നതാണ് ഈ കാൽക്കുലേഷൻ. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വെറും ഒരു 2-3 സ്റ്റെപ്പിനുള്ളിൽ ഇതിന്റെ ആൻസറുകൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 10ന്റെ സ്ക്വയറുകൾ ആണ്. അതായത് 10ന്റെ സ്ക്വയർ നോക്കാം. നമുക്ക് 10ന്റെ പവറിൽ 1 വരുമ്പോൾ എത്ര വരിക? 10 വരിക. അത് കഴിയുമ്പോൾ 10ന്റെ സ്ക്വയർ ആയ 100, അത് കഴിഞ്ഞ് 10ന്റെ ക്യൂബായ 1000. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എനിക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 999 ഇൻറ്റു 997. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്പർ ആരാണെന്ന് നോക്കാം. അപ്പൊ എന്തായാലും 10 അല്ല, 100 അല്ല, പിന്നെ ആരാ വരിക? 1000 വരിക. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് 1000 ആയിരിക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ പറഞ്ഞ 1000-നേക്കാളും കുറവാണോ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്, കൂടുതലാണോ നോക്കാം. അപ്പൊ നമുക്കറിയാം കുറവാണ്, ഒബ്വിയസ്ലി കുറവാണ്. കാരണം 1000ന്റെ താഴെയാണ് ആര് വരിക? 999. ഇനി എത്രയായിരിക്കും കുറവ് വരിക? 1 ആണ് കുറവ് വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു -1 കൊടുക്കാം. അതായത് 1000-ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുക? 999 കിട്ടുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഈ 1000-നകത്ത് എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എഴുതുമ്പോഴും ലെഫ്റ്റ് സൈഡിൽ മുഴുവനും 3 ഡിജിറ്റുകൾ ആവശ്യമുണ്ട്. പക്ഷെ എനിക്കിവിടെ ഓൾറെഡി ഒരു ഡിജിറ്റേ കിട്ടിയിട്ടുള്ളൂ, വിച്ച് മീൻസ് 1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2 ഡിജിറ്റ് കൂടെ ഇട്ട് കൊടുക്കുക. 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 2 സീറോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്ത 997 നോക്കാം. പഴയതുപോലെ തന്നെ 1000 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 1000-ന് എത്ര കുറവായിരിക്കും? 997 3 ആണ് കുറവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? -3 കൊടുക്കാം. നേരത്തെ പോലെ തന്നെ എത്ര സീറോസ് ഉണ്ടോ അത്രയും ഡിജിറ്റുകൾ അവിടെ വേണം. അപ്പൊ ഒരു ഡിജിറ്റ് എനിക്ക് ഓൾറെഡി ഉള്ളൂ. സോ ദാറ്റ് ഞാനൊരു 2 സീറോസ് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതി, ശേഷം 10ന്റെ പവറുകളിൽ ഏറ്റവും അടുത്ത് വരുന്ന നമ്പർ ആരാണെന്ന് നോക്കി. അപ്പൊ എന്റേത് 999 ആണ്. സോ അതിന്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് 1000 ആയിരിക്കും. അതിനുശേഷം 1000-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുക? 999 കിട്ടുക. സോ അതിനെ -1 എഴുതി. അതിനുശേഷം എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. സോ 3 ഡിജിറ്റ് ആവശ്യമുണ്ട്. 2 സീറോസ് ഇട്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഡയഗണൽ വൈസ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം, കുറയ്ക്കാം. അതായത് 999-ൽ നിന്നും ഈ 3 അങ്ങ് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്കറിയാം ഈ ലാസ്റ്റ് ഡിജിറ്റുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം 9-ന്ന് 3 പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര വരിക? 6 ആണ് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ 996 എഴുതും. തിരിച്ച് നമുക്ക് ഡയഗണൽ വൈസ് ചെയ്യാം. അതായത് താഴേന്ന് മേളിലേക്കും ചെയ്യാം. അപ്പോഴും നമുക്കറിയാം 7-ന്ന് 1 കുറച്ച് എത്ര തന്നെ കിട്ടാം? 6 തന്നെ കിട്ടാം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം, മേളിന്ന് താഴേക്ക് ചെയ്താലും താഴേന്ന് മേളിലേക്ക് ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വൈസ് ചെയ്താൽ മതി. അപ്പൊ എന്താണ് ചെയ്തത്? ഡയഗണൽ വൈസ് ഞാനൊന്ന് കുറച്ചു. അതിനുശേഷം ഇനി വെർട്ടിക്കൽ വൈസ് അങ്ങറ്റം കിടക്കുന്ന ആ സെക്ഷൻ ഉണ്ട്. ആ വെർട്ടിക്കൽ വൈസ് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ 1 into 3 എത്രയായിരിക്കും? 3 ആയിരിക്കും. സോ 3 എഴുതി 2 സീറോസോടെ കൊടുക്കും. സോ ദ ആൻസർ വിൽ ബി 996,003. നമുക്കിതൊന്ന് കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം. 999 into 990. ദ ആൻസർ വിൽ ബി 996,003. കണ്ടില്ലേ, നമ്മൾ എത്ര വലിയ കാൽക്കുലേഷൻ ആണ് സിമ്പിൾ ആയിട്ട് ഒരു 2-3 സ്റ്റെപ്പിൽ ചെയ്തതെന്ന്. അപ്പൊ നമുക്കിനി ഒരെണ്ണം കൂടെ ചെയ്തു നോക്കാം. അപ്പം 997 into 996 നമുക്ക് പഴയതുപോലെ ചെയ്യാം. ആരായിരിക്കും അടുത്ത് വരുന്നത്? 1000 ആയിരിക്കും. സോ 1000-നോട് അടുത്ത് നിൽക്കുന്നതാണ് ഈ 997. അടുത്ത് നോക്കേണ്ടത് 1000-ൽ എത്ര കുറവാണ് ഈ 997. നമുക്കറിയാം 3 ആണ് കുറവ്. അപ്പൊ എന്ത് ചെയ്യുക? -3 കൊടുക്കുക. ശേഷം ഞാൻ പറഞ്ഞു എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ 3 ഡിജിറ്റുകൾ ആവശ്യമാണ്. സോ 2 സീറോ കൂടെ ഇവിടെ ഇട്ട് കൊടുക്കാം. അതുപോലെ അടുത്തത് നോക്കാം. 996 ആണ്. 1000-നേക്കാളും 4 ആയിരിക്കും ലെസ് ആയിട്ട് വരുന്നത്. സോ -4 കൊടുക്കുക.
നേരത്തെ പോലെ തന്നെ 3 ഡിജിറ്റുകൾ ആവശ്യമാണ്. സോ 2 zeros ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയഗണൽ വൈസ് ഒന്ന് സബ്ട്രാക്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ മൈനസ് ചെയ്താൽ മതിയോ? അപ്പൊ 7 ന്ന് 4 പോകുമ്പോൾ നമുക്കറിയാം എത്ര കിട്ടാ, 3. അപ്പൊ 993 കിട്ടും. തിരിച്ച് മൈനസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും 6 ന്ന് 3 മൈനസ് ചെയ്താൽ നമുക്ക് 3 തന്നെ ആയിരിക്കും കിട്ടുക. അടുത്തിന് എന്ത് ചെയ്യാം, വെർട്ടിക്കൽ വൈസ് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ 3 × 4 എത്ര കിട്ടുക, 12 കിട്ടുക. അപ്പൊ നേരത്തെ പോലെ ശ്രദ്ധിക്കാം, 3 ഡിജിറ്റ് ആണ് നമുക്ക് ആ സൈഡ് ആവശ്യമുള്ളത്. സോ 2 ഡിജിറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. ഫൈനൽ ആൻസർ വിൽ ബി 993012. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ എല്ലാവരും, ദ ആൻസർ വിൽ ബി 993012. ഇനി നമുക്ക് 2 ഡിജിറ്റ് ഉള്ള ഒരാളെ നോക്കാം. 99 × 90 അപ്പൊ നോക്കുക, നമ്മൾ നേരത്തെ 999 ഒക്കെ ചെയ്ത്, അപ്പൊ തൊട്ടടുത്ത് വരുന്നത് 1000 ആയിരിക്കും. ഇവിടെ വെറും 99 ആണ്. സോ തൊട്ടടുത്ത് കിടക്കുന്ന ആരായിരിക്കും, 100 ആയിരിക്കും. അപ്പൊ നോക്കുക, 100 ൽ നിന്ന് എത്രയാണ് ലെസ് ആയിട്ട് വരുന്നത്, 1 ആണ് ലെസ് ആയിട്ട് വരുന്നത്. സോ -1 കൊടുത്തു. 100 ൽ 2 zeros ഉണ്ട്. അപ്പൊ നമുക്കിവിടെ 2 ഡിജിറ്റുകൾ ആവശ്യമാണ്. ഒരു ഡിജിറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. സോ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത് 97 ആണ്. അതും തൊട്ടടുത്ത് 100 വരുന്നത്. സോ കുറവ് എത്രയായിരിക്കും വരിക, 3 ആണ് വരിക. അപ്പൊ 3 കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, -0.03. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡയഗണൽ വൈസ് ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. നേരത്തെ പോലെ തന്നെയാണ്. 99 - 3 ആണ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം ഒന്ന് മൈനസ് ചെയ്താൽ മതി. 9 ൽ നിന്ന് 3 പോയി കഴിയുമ്പോൾ എത്ര കിട്ടും, 96 കിട്ടും. അതുപോലെ വെർട്ടിക്കൽ വൈസ് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, 0.3. നമുക്കൊന്ന് കറക്റ്റ് ആണോ നോക്കാം. നോക്കിക്കേ, കണ്ടില്ലേ, നമ്മളപ്പം ഒരു വലിയ വലിയ കണക്കുകൾ പോലും സിമ്പിൾ ആയിട്ട് ഒരു 2-3 സ്റ്റെപ്പിനുള്ളിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 100-ന്റെയും 1000-ന്റെയും ഒക്കെ ബേസിൽ താഴേക്ക് വരുന്ന നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നാണ് സിമ്പിൾ ട്രിക്സിലൂടെ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ലപോലെ പ്രാക്ടീസ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മാത്സിനോട് നല്ലൊരു സ്നേഹമൊക്കെ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ടിപ്സും ട്രിക്സുകളും ഇനിയും ഉണ്ട് മാത്സിൽ. അതുപോലെ പിന്നെ അബാക്കസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ അതൊക്കെ കാണാം.